ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു നല്ല പ്രഭാതത്തില് മോർണിംഗ് മന്നയുമായി നിൽക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം കൃപ ചെയ്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു: മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. സ്തോത്രം. മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവരുടെ സന്തതി ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം അവൻ പുറപ്പെട്ട് മണലിന്മേൽ നിന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ മഹാസർപ്പം എന്ന് പറയുന്നത് ആരാണ്? സാത്താനെ ആണ് എന്ന് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീയോട് കോപിപ്പാൻ തക്കവണ്ണം, അല്ലെങ്കിൽ സ്ത്രീ എന്ന പദം സഭയെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവന് യുദ്ധം ചെയ്യുവാനുള്ളത് ആരോടാണ് എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിലുള്ള സാക്ഷ്യമുള്ളവരുമായി ജീവിക്കുന്നതായ ദൈവത്തിന്റെ ജനത്തോടാണ് സാത്താന് യുദ്ധം ചെയ്യുവാനുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവരും ദൈവത്തെ അനുസരിക്കാത്തവരുമായുള്ള രണ്ട് കൂട്ടരെയാണ് നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തെ അനുസരിക്കാത്ത അവർ ഈ മഹാസർപ്പത്തിനോടുകൂടെയും ദൈവത്തെ അനുസരിക്കുന്നവർ, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരുമായവർ യേശുവിന്റെ സാക്ഷ്യവുമായി നിൽക്കുന്നത് ദൈവത്തിന്റെ ജനമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവകൽപ്പന പ്രമാണിക്കുന്നവരായും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി ജീവിക്കുമ്പോൾ മഹാസർപ്പമായ സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള ശ്രമം നടത്തുകയും നമ്മളോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതു വിധേനയും ഒരു ദൈവ വൈതലിനെ എപ്രകാരം തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ അവൻ അലറുന്ന സിംഹത്തെ പോലെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കർത്താവായ യേശുക്രിസ്തു നമ്മൾ പറയുന്നത് അവന്റെ സർവായുധ വർക്കം എടുത്ത് ശത്രുവിനോട് പോരാടുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നതായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം ആഴമായി പഠിച്ചുകൊണ്ട് ആ വചനത്തെ നാം ഏറ്റെടുത്തുകൊണ്ട് ശത്രുവിനോട് പോരാടുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം എപ്പോഴും ഒരു സാത്താനോട് പോരാടി ജയിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നേറുവാൻ സാധിക്കൂ. അപ്പോൾ സാത്താൻ ഒരിക്കലും നമ്മളെ തോൽപ്പിക്കുവാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ സർവായുധ വർക്കം എടുത്ത് നാം പോരാടിക്കൊണ്ട് ഒരു യുദ്ധ കളത്തിലേക്ക് നാം ഇറങ്ങിത്തിരിക്കുന്നത് വെറും കൈയോടെയല്ല, അതിന് ആയുധങ്ങളേന്തി എല്ലാ സന്നാഹങ്ങളോടുകൂടിയാണ് നാം യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നത്. അതുപോലെയാണ് പ്രിയമുള്ളവരെയും ഇന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ലോക സംഭവങ്ങളൊക്കെയും വിളിച്ചു പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിൽ ഇപ്രകാരമുള്ള സംഭവങ്ങളൊക്കെയും നടക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ ആ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് ശത്രുവിനോട് പോരാടി ജയം പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള ഈ യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാത്താൻ പല കാര്യങ്ങൾ പറയുന്നത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം ഇപ്രകാരം പറയുകയാണ്: അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നത്. അപ്പോൾ അത്യുന്നതനായവനോട് വിരോധമായി വമ്പ് പറയുന്ന വ്യക്തിയാണ് ആര്? ഈ മഹാസർപ്പം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുവാൻ അല്ലെ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം അവൻ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാനായിട്ട് ശ്രമിക്കും എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം 7-ാം ദിവസം ദൈവത്തിന്റെ ജനം ഒക്കെയും കൂടി വരണമെന്ന് ദൈവത്തിന്റെ ഹിതമാണ്. എന്നാൽ അവൻ ആ സമയത്തെ മാറ്റുവാൻ, നിയമങ്ങളെ മാറ്റുവാൻ, ദിവസത്തെ മാറ്റുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ വിവിധ നിയമങ്ങൾ കൊണ്ടുവന്നതായിട്ട് തിരുവചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 7-ാം ദിവസത്തെ
ആരാധന ദിവസത്തെ അവൻ ഒന്നാം ദിവസമായ ഞായറാഴ്ച ദിനത്തിലേക്ക് അവൻ മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സന്ധ്യ മുതൽ സന്ധ്യ വരെയാണ് ഒരു ദിവസം ദൈവവചന പ്രകാരം ആരംഭിക്കുന്നത്. എന്നാൽ ആ സമയത്തെ അവൻ മാറ്റിക്കൊണ്ട് രാത്രി 12 മുതൽ ഒരു ദിവസം തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അപ്രകാരമുള്ള നിയമങ്ങളെയും സമയങ്ങളെയും ഒക്കെയും മാറ്റുവാൻ അവൻ ശ്രമിച്ചുകൊണ്ട് വളരെ ശക്തമായി ഈ ലോകത്ത് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ വലിയ സത്യങ്ങളെയൊക്കെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ശത്രു ഏത് വിധനെയും നമ്മളോട് പോരാടി ജയിക്കുവാനുള്ള ശ്രമം നടത്തുമെന്നുള്ള ആ തീക്ഷ്ണമായ അല്ലെങ്കിൽ ആ ആഗ്രഹം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾ കടന്നു വരുമെന്നുള്ള ഉദ്ദേശത്തോടുകൂടെ നാം ശത്രുവിനെതിരെ പോരാടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വചനം എടുത്ത് പോരാടുവാൻ തക്കവണ്ണം നാം ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനത്തെ സംഗ്രഹിച്ചു കൊള്ളണമെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് 2 തെസ്സലോനിക്കർ 2:3 ഇപ്രകാരം പറയുന്നു, ആരും ഏതു വിധനെയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ആരും നമ്മളെ ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ പല വിധത്തില് വിശ്വാസത്തിന്റെ കാര്യത്തില് ദൈവവചനത്തിന്റെ പഠിപ്പിക്കലിന്റെ വ്യത്യാസത്തില് അങ്ങനെ പലവിധമായ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച് വഴിതെറ്റിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊക്കെ അവർ പഠിപ്പിക്കുന്നത് തിരുവചനത്തിൽ അങ്ങനെ തന്നെയാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് ശോധന ചെയ്യുവാനുള്ള വിവേകവും ബുദ്ധിയും ഇന്ന് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുക. അതുകൊണ്ടാണ് ആരുടെയും ചതിയിൽ അകപ്പെടാതെ വണ്ണം നമ്മൾ അതുകൊണ്ടാണ് അതിനുശേഷം ചതിക്കപ്പെടാതിരിക്കുവാൻ നാം ശ്രമിക്കണം. അതുപോലെ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നാശയോഗ്യനായ ഈ സാത്താൻ, അധർമ്മമൂർത്തിയായ ഈ സാത്താൻ അവൻ വെളിപ്പെട്ടു വരുന്നതായ അനുഭവമാണ്. അപ്പോൾ ഇതിനെയൊക്കെയും തരണം ചെയ്യുവാൻ, സാത്താനെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ള ശക്തി സ്വർഗത്തിലെ ദൈവം നമുക്ക് ഇന്ന് നൽകി തന്നെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉള്ളപ്പോൾ ഒരിക്കലും സാത്താന് നമ്മുടെ മേൽ ജയമെടുക്കുവാൻ സാധിക്കത്തില്ല. ഈ അധർമ്മമൂർത്തിയോട് പോരാടി ജയിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവമക്കളെ സംബന്ധിച്ച് വെളിപ്പാട് 14:7 പറയാണ്, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ, അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുത്തുകൊണ്ട് അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുകയും ആകാശവും ഭൂമിയും സമുദ്രവും നീരവളവും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ എന്ന് അത്യുച്ചത്തില് ദൂതൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാലാതീതത്തിൽ നമ്മളെ ഈ പ്രഭാതത്തില് ഒന്നുകൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അവനെ നമസ്കരിച്ചുകൊണ്ട് ഈ ആകാശവും ഭൂമിയും നീരുറവുകളും സർവവും ഉണ്ടാക്കിയവനെ നമസ്കരിക്കുക എന്നുള്ള ആഹ്വാനമാണ് ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരുന്നത്. അപ്പോൾ എല്ലാറ്റിലും ഉപരിയായി നാം ദൈവത്തെ മാത്രം ബഹുമാനിക്കുക, സ്നേഹിക്കുക, ദൈവത്തെ മാത്രം ആരാധിക്കുക എന്നുള്ള ആ വലിയ സന്ദേശമാണ് വെളിപ്പാട് പുസ്തകം 14:7 നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ നൽകിത്തരുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും നാം ഓരോരുത്തരും ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തെ മാത്രം മഹത്വം കൊടുത്തുകൊണ്ട് ആരാധിക്കുവാൻ യോഗ്യനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ കൃപകളും സ്വർഗത്തിലെ ദൈവം ഈ തിരുവചന പ്രകാരം നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്ന സ്വർഗം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ജന്മദിനമായിരിക്കുന്ന അജിൻ ഫിലിപ്പ് കുറ്റപ്പുഴ ചർച്ചിലായിരിക്കുന്ന വ്യക്തിയുണ്ട്. നമുക്ക് കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അജിൻ ഫിലിപ്പിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്രത്തോളം ആയുസ്സും ആരോഗ്യവും ബലവും ഒക്കെയും കൊടുത്തു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും അപ്രകാരം ക്രിസ്തീയ ജീവിത യാത്രയിൽ മുന്നേറുവാൻ സ്വർഗീയമായ അനുഗ്രഹത്താൽ പ്രിയപ്പെട്ടവനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആരെങ്കിലും രോഗത്താലോ ക്ഷീണത്താലോ പ്രയാസത്താലോ ആയിരിക്കുന്നെങ്കിൽ സ്വർഗം കർത്താവെ ദൈവവചനത്തിലൂടെ ആശ്വാസം കൊടുത്ത് രോഗത്തിൽ നിന്നൊക്കെയും പൂർണ്ണമായി വിടുതൽ കൊടുത്ത് കർത്താവെ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ നന്മകൾ കൊണ്ടും അടിയങ്ങളെ ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും എൻ്റെ സ്വർഗത്തിലെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.